ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഒരു എഡിറ്റിങ്ങിനെ പറ്റിയിട്ടാണ്. ഞാനിപ്പോൾ തമ്പനയിൽ നിങ്ങൾ കണ്ട മാതിരി തന്നെ നമുക്ക് എങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാമെന്നാണ് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഗൈസ്, ഒട്ടും സമയം കളയാണ്ട് തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ ഗൈസ്, ഈ ഒരു ഫോട്ടോയാണ് ഞാൻ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഗൈസ്, ഇതിന് പറ്റിയൊരു നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇതിന് പറ്റിയൊരു ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ കണ്ടുപിടിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടൊക്കെ നിങ്ങൾക്ക് നല്ലത് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പിൻട്രസ്റ്റ് പറഞ്ഞൊരു ആപ്പ് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അതിൽ നിന്ന് നിങ്ങൾക്ക് അടിപൊളി ഇതേമാതിരിയുള്ള ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ ആ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇന്ന് യൂസ് ചെയ്യാൻ പോകുന്ന ബാക്ക്ഗ്രൗണ്ട് ഈ ഒരു ബാക്ക്ഗ്രൗണ്ടാണ്. അപ്പോൾ ഗൈസ്, നമുക്ക് സമയം കളയാണ്ട് തന്നെ നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ ആദ്യം ബാക്ക്ഗ്രൗണ്ട് എഡിറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ആപ്പ് സ്നാപ്സീഡ് ആണ്. അപ്പോൾ ഞാൻ ഇതിൽ പറയുന്ന എല്ലാ ആപ്ലിക്കേഷൻ്റെയും ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ അതുവഴി കയറുക. അപ്പോൾ ഗൈസ്, ഇതിപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്തതാണ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെ എഡിറ്റ് ചെയ്യേണ്ടതെന്ന്. ആദ്യം നിങ്ങൾ ആ ഒരു ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ ഞാൻ ആ ഒരു ഫോട്ടോ നോക്കിയിട്ട് ആഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഫോട്ടോ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഡബിൾ എക്സ്പോഷർ ആണ് ചെയ്യേണ്ടത്, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഇനി നമുക്ക് ഡബിൾ എക്സ്പോഷർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ താഴെ തന്നെ നിങ്ങൾക്ക് കാണാം ടൂൾസിൽ ഡബിൾ എക്സ്പോഷർ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾ ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിലവിടെ ഒരു ഇമേജ് ഓപ്പൺ ചെയ്യാം. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റെ പിൻട്രസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത ആ ഒരു ഫോട്ടോ ഞാനിതിലേക്ക് ആഡ് ചെയ്യാണ്. അപ്പോൾ ഗൈസ്, നിങ്ങൾ ഇത് ആഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് വന്നിട്ടൊരു വാൾപേപ്പറാണ്. അപ്പോൾ ഇത് ബാക്ക്ഗ്രൗണ്ട് ബ്ലറായിരിക്കില്ല. അപ്പം നമ്മളത് സ്നാപ്സീഡിൽ പോയിട്ട് ഒന്ന് ബ്ലറാക്കണം. ഞാനിപ്പോൾ കാണിച്ചു തരാം. അത് നിങ്ങൾ നേരത്തെ തന്നെ ആ ഒരു ഫോട്ടോ ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ക്രോപ്പ് ചെയ്തിട്ട് കറക്റ്റായിട്ട് ഒന്ന് ലെങ്സ് ബ്ലർ ചെയ്താൽ മതി. അപ്പോൾ ഗൈസ്, ഞാനിപ്പോൾ ക്രോപ്പ് ചെയ്യുന്നുണ്ട്. നമുക്ക് വേണ്ട ഭാഗം മാത്രം മതി. അപ്പോൾ ഞാൻ അതിനനുസരിച്ച് ക്രോപ്പ് ചെയ്തു. എന്നിട്ട് ലെങ്സ് ബ്ലറിൽ പോയിട്ട് നിങ്ങൾ ഒരു കുറച്ച് ബ്ലറാക്കുക. അപ്പോൾ ഇത് സേവ് ചെയ്യുക. അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ ചെയ്യുക, എന്നാലാണ് ആ ഒരു പെർഫെക്ഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഡബിൾ എക്സ്പോഷറിൽ ആ ഫോട്ടോ ആഡ് ചെയ്തിട്ട് ബ്രഷ് ചെയ്തിട്ട് എല്ലാം നമുക്ക് ഇപ്പോൾ സെറ്റാക്കാം. അപ്പോൾ ഞാനത് കാണിച്ചു തരാം. ഓപ്പാസിറ്റി ഫുള്ള് വെച്ചിട്ട് നിങ്ങൾ മുകളിലത്തെ ആ ഒരു വ്യൂ എഡിറ്റ്സിൽ പോവുക. അതിൽ ആ ഒരു ബ്രഷ് ചെയ്തിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് ബാക്ക്ഗ്രൗണ്ട് ബ്രഷ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് എന്തായാലും മെയിനായിട്ട് ഇത് കുറച്ച് ടൈം ആവും. എന്നാലും നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഒരു പെർഫെക്ഷൻ ഉണ്ടാവും. നിങ്ങൾ വെറുതെ ബ്രഷ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ആ ഒരു എഡിറ്റിങ്ങിൽ പെർഫെക്ഷൻ ഉണ്ടാവില്ല, ഒരു റിയാലിറ്റി ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് എഡ്ജ് എല്ലാം കറക്റ്റായിട്ട് തന്നെ ബ്രഷ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്കാണ് എൻ്റെ ഹെൽമെറ്റിൻ്റെ അവിടെയൊക്കെ ആ ഒരു ഭാഗത്തൊക്കെ നിങ്ങൾ കറക്റ്റായി ബ്രഷ് ചെയ്ത് സെറ്റാക്കുക. അപ്പോൾ ഗൈസ്, ഈ ഒരു പാർട്ട് ഞാൻ സ്കിപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് കറക്റ്റായി ചെയ്യുക. അപ്പോൾ ഇതുമാതിരി ആക്കുക അവസാനം. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ട്യൂൺ ചെയ്യാം. അപ്പോൾ ബ്രൈറ്റ്നെസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അതേമാതിരി കോൺട്രാസ്റ്റ്, സാച്ചുറേഷൻ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ്, ഞാനിതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തു. ഇനി നമുക്കത് ഈ ഒരു ഫോട്ടോ സേവ് ചെയ്യാം. ഇനി ഇതിൽ നമുക്കൊരു നല്ല ഫിൽറ്റർ കൊടുക്കണം. അപ്പോൾ നിങ്ങൾ അതിനായിട്ട് ലൈറ്റ് റൂം ഓപ്പൺ ചെയ്യുക. ലൈറ്റ് റൂമിൽ പ്രിസെറ്റ്സ് ആണ് ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പ്രിസെറ്റ്സ് നിങ്ങൾക്ക് അറിയായിരിക്കും എന്ന് വിചാരിക്കുന്നു. പ്രിസെറ്റ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ യൂട്യൂബിലോ അല്ലെങ്കിൽ ക്രോമിലൊക്കെ പോയിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഗൈസ്, ഇനി ഞാനൊരു ഈ ഒരു ഫോട്ടോയ്ക്ക് നല്ലൊരു പ്രിസെറ്റ്സ് ഇട്ട് കൊടുക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പ്രിസെറ്റ്സ് കൊടുക്കാം. ഞാനിവിടെ എൻ്റെ കയ്യിൽ കുറേ പ്രിസെറ്റ്സ് ഉണ്ട്, ഞാൻ എല്ലാം കാണിക്കാം. അപ്പോൾ ഈ ഒരു ഫോട്ടോയ്ക്ക് മാച്ച് ആവുന്ന മാതിരത്തെ പ്രിസെറ്റ്സ് നിങ്ങൾ എന്തായാലും ആഡ് ചെയ്യുക.
അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ എഡിറ്റിങ്, ബാക്ക്ഗ്രൗണ്ട് മാറ്റുന്ന ആ ഒരു പരിപാടി. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി ഇതേപോലുള്ള വീഡിയോസിനായി എൻ്റെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും ഈ ഒരു ഫോട്ടോ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാം. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും എഡിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി.